എടാ 3Bയിലെ ക്ലാസ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നോ? ഓ വന്നു. എനിക്ക് എല്ലാത്തിനും A+ആ. ടിൻഡു നിന്റെ ക്ലാസ്സിലല്ലേ? എന്താ അവന്റെ സ്ഥിതി? അവന്റെ കാര്യം പോക്കാ. എല്ലാത്തിനും C ഗ്രേഡാ. പുള്ളി ഇപ്പൊ ഭയങ്കര സങ്കടത്തിലാണെന്ന് തോന്നുന്നു. സങ്കടമോ? എന്തായാലും മാർക്ക് കുറഞ്ഞത് ആലോചിച്ചിട്ടായിരിക്കില്ല, തീർച്ച. അതല്ലാതെ പിന്നെ എന്തിനാ? ഇന്ന് രാവിലെയും മരച്ചോട്ടിലിരുന്ന് കരയുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ. കരയാനോ? ടിൻഡുവോ? എന്നാൽ വേറെന്തെങ്കിലും കാരണമുണ്ടാകും. വേറെ എന്ത് കാരണം? അവന്റെ ബന്ധുക്കളിൽ ആരെങ്കിലും മരിച്ചോ? ആകെ ചാൻസ് ഉള്ളത് 90 കഴിഞ്ഞ അവന്റെ മുത്തശ്ശനാ. ഇന്ന് രാവിലെ വരെ അയാള് പയറുപോലെ ഇറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടതാ. പിന്നെ എന്താവും കാരണം? ഞാനൊന്ന് കണ്ടുവരട്ടെ. ടിൻഡു, എന്തു പറ്റിയടാ? ദീപു അത്ര മോഹിച്ചതാടാ, എല്ലാം പോയി. ഞാനിനി എന്ത് ചെയ്യും? എന്താ സംഭവം? പിരിഞ്ഞടാ. എനിക്ക് സഹിക്കാൻ വയ്യ. ഇനി ഞാൻ എന്ത് ചെയ്യും? എപ്പോ പിരിഞ്ഞു? ഇത്രയും പെട്ടെന്ന് പിരിയുന്നു ഞാൻ വിചാരിച്ചില്ല. നീ എങ്ങനെ അറിഞ്ഞു? നിന്റെ മുഖം കണ്ടപ്പോ മനസ്സിലായടാ. അല്ലേലും ഡുണ്ടുമോളെ സുഹൃത്താക്കാൻ കൊള്ളില്ല. ഡുണ്ടോ? നീ എന്തായി പറയുന്നത്? ഡുണ്ടുമോൾ പിരിഞ്ഞുപോയി എന്നാണ് ഞാൻ കരുതിയത്. എന്നാ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ പിരിയെന്ന് ഞാൻ കരുതിയില്ല. നീ എന്താ പറയുന്നത്? ആരാ പിരിഞ്ഞത്? പായസം ഉണ്ടാക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്ത പാൽ കവറിലെ പാലില്ലേ, മൊത്തം പിരിഞ്ഞു പോയി. ഞാനിതെങ്ങനെ സഹിക്കും? അല്ല, ഞാനില്ലാത്തപ്പോ നീ കട നന്നായി നോക്കുന്നുണ്ടല്ലോടാ. പിന്നെ കണക്കെല്ലാം കൃത്യമായി എഴുതി വെക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കച്ചവടം? അങ്ങനെ പോകുന്നു സാർ. നമ്മുടെ സാധനങ്ങളൊക്കെ പോകുന്നുണ്ടോടാ? നമ്മുടെ എന്ന് പറഞ്ഞാൽ? എടാ, എൻ്റെ സ്വന്തം കമ്പനിയില്ലേ, രാജാസ് കറി മസാല, അതിൻ്റെ വിൽപ്പന എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. മല്ലിപ്പൊടി പാക്കറ്റിന് ഭയങ്കര ഡിമാൻഡാ സാറേ. കഴിഞ്ഞ ആഴ്ചത്തെ ഓർഡറിനുള്ള 2000 പാക്കറ്റ് മല്ലിപ്പൊടി തയ്യാറായോ? ഞാനൊന്ന് മാനേജറെ വിളിച്ച് നോക്കട്ടെ. ഹലോ, സാറ് ചോദിക്കുക കഴിഞ്ഞ ആഴ്ചത്തെ ഓർഡറിനുള്ള മല്ലിപ്പൊടി തയ്യാറായോന്ന്. ആയോ? അയ്യച്ചാ, മാനേജർ ചോദിക്കുക. ഞാനിതെങ്ങനെയാ സാറോട് പറയുക? സാറിന് ഇതൊക്കെ അറിയാവോ? മാനേജർ പറയാ, മല്ലിപ്പൊടിയിൽ ചേർക്കാൻ ഉപയോഗിക്കുന്ന കുതിരച്ചണകം തീർന്നുപോയി, അതുകൊണ്ട് വിചാരിച്ചത്ര ഉണ്ടാക്കാൻ പറ്റിയില്ലാത്രേ. 2 ലോഡ് കുതിരച്ചണകം ഇറക്കിയതാണല്ലോ. അപ്പോ സാറ് അറിഞ്ഞും കൊണ്ടുള്ള പരിപാടിയല്ലേ ഈ മായം ചേർക്കൽ? എന്നാലും കുതിരച്ചാണകം ബെസ്റ്റ് അല്ലേ? മല്ലിപ്പൊടിയുടെ അതേ നിറവാ, അറിയത്തേ ഇല്ല. പറയാൻ മറന്നു. മാനേജർ ചോദിക്കുക, കുതിരച്ചാണകത്തിന് പകരം കഴുതച്ചാണകമായാൽ എങ്ങനെയെന്ന്. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നാലും നമ്മുടെ കമ്പനിക്ക് ഒരു സ്റ്റാറ്റസ് ഇല്ലേ അച്ഛാ? അതിൽ നിന്നും താഴോട്ട് പോകാമോ? മാമ്പഴം മാമ്പഴം മൽഗോവ മാമ്പഴം സേലത്തെ മാമ്പഴം നീ താണേടി. ചേലത്തെ മാമ്പഴം. ദൈവമേ, 5-8 കിട്ടിയിരുന്നെങ്കി കുശാലായേനെ. പക്ഷെ തനിച്ച് പറ്റില്ല. ഒരാളും കൂടെ സഹായത്തിനുണ്ടായിരുന്നെങ്കിൽ സംഗതി ഈസിയായി നടന്നേനെ. തൽക്കാലം ഇവനെ കിട്ടിയാലും മതി. അതെ സുഹൃത്തെ, ഒന്നിങ്ങോട്ട് വരാമോ? ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു. അതെ, ആ മാവ് ആരുടേതാ? അത് കണ്ണൻ മുതലാളിയുടെയാ. അപ്പൊ കുഴപ്പമില്ല. അതെ, ഞാൻ മാങ്ങ എറിഞ്ഞ് വീഴ്ത്താൻ പോവാ. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയാ മതി. കിട്ടുന്നതിൽ പകുതി തരാം. എന്താ പോരെ? അല്ല, അത് പിന്നെ ഒന്നും പറയണ്ടവാ. ദൈവമേ, ചതിച്ചല്ലോ. കാറിന്റെ ചില്ല് പൊട്ടിയല്ലോ. ഏതവനാടാ ഇത് ചെയ്തത്? ദേ കണ്ണൻ മുതലാളി, അയാള് നിന്നെ കണ്ടു. എടാ, ആരാടാ ഈ തോന്നിവാസം ചെയ്തത്? ഇവിടെ നിൽക്കുന്നത് തോന്നിവാസമാണോ ചേട്ടാ? ആരാ എന്റെ കാറിന്റെ ചില്ല് എറിഞ്ഞ് പൊട്ടിച്ചതെന്ന്? ഓ അതോ, അത് ഞാനും കേട്ടു. ചേട്ടൻ വിശ്വസിക്കുമോ? അല്പം മുമ്പ് ഒരു കാക്ക മൂത്രം ഒഴിച്ചപ്പോ പൊട്ടിയതാ. കാക്ക മൂത്രം ഒഴിച്ചു? എന്താടാ മുഖത്തൊരു സങ്കടം? പാവം എന്റെ മാമൻ, പുള്ളിയുടെ കാര്യം ഓർത്തിട്ടാ. ഏത്? നിന്റെ മജീഷ്യൻ മാമനോ? ആ ഊശാൻ താടിയുള്ള? അത് തന്നെ. പുള്ളി ഇപ്പൊ അറബി ചെയ്യില്ല. എന്തു പറ്റി?
പുള്ളിക്ക് സിനിമയിൽ ഒരു ചാൻസ് കിട്ടി. സംവിധായകൻ പറഞ്ഞു ഊഷാൻ താടി എടുത്തു കളയാൻ. പുള്ളി പറ്റില്ലെന്ന് കട്ടായം പറഞ്ഞു. എന്നിട്ടെടുത്തോ? റോൾ പോകുമെന്ന് തോന്നിയപ്പോൾ മാമൻ താടി എടുത്തു കളഞ്ഞു. എന്തോ ദുഃഖട റോളായിരുന്നു. അതിനെന്തിനാ ജയിലിലിട്ടത്? അതിനുശേഷം പുള്ളിക്ക് ഗൾഫിൽ ഒരു പ്രോഗ്രാം കിട്ടി. അപ്പോഴല്ലേ പ്രശ്നം തുടങ്ങിയത്. ഊഷാൻ താടി പോയ മാമനെ ആരും തിരിച്ചറിയുന്നില്ല. അവസാനം ഒരു വെപ്പ് താടിയും വെച്ച് പുള്ളി പോയി. ദൈവമേ, അത് ഇളകി കാണും. അത് എമിഗ്രേഷൻ ഓഫീസർമാർ കണ്ടുപിടിച്ചു. പുള്ളിയെ കയ്യോടെ തൂക്കി. പുള്ളിക്ക് പറഞ്ഞൂടായിരുന്നോ പുള്ളി മാജിക്കുകാരനാണെന്ന്? എന്തേലും മാജിക് കാണിച്ച് അവരെ വിശ്വസിപ്പിച്ചൂടെ? അതാ അതിലും പ്രശ്നമായത്. പുള്ളി ഒരു ഓഫീസറുടെ കയ്യിൽ നിന്നും 4 റിയാൽ വാങ്ങി. എന്നിട്ട് ഒരു നിമിഷം കൊണ്ട് അത് 8 റിയാലാക്കി കൊടുത്തു. എന്നിട്ടോ അവർ പുതിയ കേസും ചാർജ് ചെയ്തു. നോട്ട് ഇരട്ടിപ്പെന്ന്. അയ്യോ, നിന്റെ മാമന്റെ കാര്യം. സൗദിയാണ് രാജ്യം, ശരിയത്താണ് കോടതി. ഇപ്പൊ വേറൊരു പ്രശ്നം. എന്താടാ, നിനക്ക് എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ. ഒന്നും പറയണ്ട, മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് 2 ആഴ്ചയായി. എന്താടാ, കൊതുകൂടിയാണോ? തിരി കത്തിച്ചു വെക്കണോ? ഏയ്, ഇത് അതൊന്നുമല്ല. അച്ഛന് സോമനാംബുലിസമാ. എന്ത്? സോമന് ആംബുലൻസ് കിട്ടിയെന്നോ? അല്ല ചെക്കാ, സോമനാംബുലിസം എന്ന് വെച്ചാൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുക. ദൈവമേ, നിന്റെ അച്ഛനോ? പാവം. പുള്ളി കാരണം ഒന്ന് സമാധാനമായി ഉറങ്ങാൻ പറ്റുന്നില്ലെന്നേ. പുള്ളി എഴുന്നേറ്റ് നടക്കുന്നതല്ലേ പ്രശ്നം. പുള്ളി റൗണ്ടൊക്കെ അടിച്ച് വന്നോട്ടടാ. അതിന് നിനക്കുറങ്ങിയാലെന്താ? അതല്ലേ പ്രശ്നം. ഇരുട്ടത്ത് നടക്കാൻ പേടിയെന്ന് പറഞ്ഞ് അച്ഛൻ എന്റെ കൈയും പിടിച്ചോണ്ടാ നടക്കുന്നത്.